Morning all. This is me Gayatri and this is Devika from Tiju Sir Academy. Shall we wait some people to join? Yes. Okay. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഡേ നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പ്രൊഡക്റ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS ആൻഡ് UKV രണ്ടും. അതായത് UKV എന്ന് പറയുന്നത് തന്നെ IELTSുമായിട്ട് സിലബസ് സിമിലർ ആണ്, ബട്ട് അത് കണ്ടക്ട് ചെയ്യുന്ന UK ഹോം ഓഫീസാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളൊരു ക്ലാസ് കഴിഞ്ഞായിരുന്നു, ഇത് വേർഡ് കൗണ്ട് ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എങ്ങനെയാണ് സെൻറ്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ മെയിനായിട്ടും ഈ ലൈവിലൂടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഒരു ലൈവ് സെഷൻ കഴിഞ്ഞു, അപ്പോൾ അത് കാണാത്തവർ ദയവ് ചെയ്ത് അത് കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ലൈവ് സെഷൻ എന്ന് പറയുന്നത്. അതെ, സോ മാക്സിമം ആ ഒരു ഫസ്റ്റ് ക്ലാസ് നമ്മുടെ IELTS UKVയെ പറ്റിയുള്ള ആ ഒരു ഫസ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യുക, എങ്കിൽ മാത്രമേ ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ ഫസ്റ്റ് ലൈവ് സെഷൻ കാണാത്തവർ എല്ലാവരും തന്നെ കാണുക. സോ നമ്മൾ ആ ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തായിരുന്നു? സെൻറ്റൻസ്, ഒരു ബേസിസ് ഓഫ് എ സെൻറ്റൻസും കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ എല്ലാവരും തന്നെ അത് കാണുക. അതിനുശേഷം നമുക്ക് ബാക്കി. ഓക്കെ, മിക്ക കുട്ടികൾക്കും ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യണമെന്ന് അറിയില്ല. സോ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളത്തിലാണ് ചിന്തിക്കുന്നത്, അത് അതേപോലെ തന്നെ കൺവേർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷിലോട്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും സെൻറ്റൻസ് സ്ട്രക്ചർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോജിക്കായിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ മേക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതാണ് മിക്ക IELTS അല്ലെങ്കിൽ UKVI ഇതിലൊക്കെ അപ്പിയർ ചെയ്യുന്ന കുട്ടികളുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ലൈവിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള പ്രോബ്ലംസ് നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ടത്. അപ്പം സെൻറ്റൻസ് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം സ്പീക്കിംഗ് സെഷനിലാണെങ്കിലും അതുപോലെ തന്നെ റൈറ്റിംഗ് സെഷനിലാണെങ്കിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ സെൻറ്റൻസ് മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്നാണ് നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആ ഒരു മീനിങ് ആണല്ലേ. ഒരു രണ്ട് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസ്, രണ്ടാൾക്കാർ തമ്മിൽ അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന ആൾ, ആ ഒരു കേൾക്കുന്ന സ്പീക്കർ, ആ ആൾക്ക് കറക്റ്റായിട്ട് ആ ഒരു മീനിങ് കൺവേ ആവുന്നില്ല എങ്കിൽ എന്തുമാത്രം ഡിഫിക്കൽട്ടി ആയിരിക്കും ഫോർ ബോത്ത് ദ പേഴ്സൺസ് അല്ലേ. രണ്ട് പേർക്കും അതൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും ആ ഒരു മീനിങ് കറക്റ്റായിട്ട് കൺവേ ആയില്ല എങ്കിൽ. സോ അങ്ങനെ മീനിങ് കൺവേ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യണം. സോ ആ ഒരു ഡിഫിക്കൽട്ടിയാണ് നമ്മൾ ഈ ഒരു IELTS UKVI ക്ലാസ്സിലൂടെ നമ്മൾ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് കോൺഫിഡൻ്റ് ആയിട്ട് മേക്ക് ചെയ്യാം, എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു IELTS UKVI വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ കൊണ്ട് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരത്തെ ദേവിക പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻസ് കറക്റ്റായിട്ട് അടുത്ത് നിൽക്കുന്ന ആ ലിസണർ പെർസീവ് ചെയ്യുമ്പോഴാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. സോ അപ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ നമ്മളുടെ ആ ഒരു സംസാര രീതി എന്ന് പറയുന്നത് ലോജിക്കായിട്ടായിരിക്കണം, സെൻറ്റൻസ് മേക്കിംഗ് കറക്റ്റായിട്ടായിരിക്കണം, അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ടായിരിക്കണം. അപ്പം ഇതൊന്നും വരാത്ത സാഹചര്യത്തിൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ തന്നെ അത് ബാധിക്കും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു ലൈവ് നമ്മൾ പോകുന്നത്. അതെ. Okay, so there is a comment in the comment section. Okay, thank you for posting. Nayan Singh Rajput. Okay, so if you have any doubts regarding this session, you can ask us about it, because നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, സെൻറ്റൻസ് സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സുകൾ. മറ്റുള്ള ലൈവ് സെഷൻസ് ഉണ്ട്, മറ്റുള്ള മൊഡ്യൂൾസ് കൈകാര്യം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് മൊഡ്യൂളാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത് ആ ലൈവ് സെഷനിൽ, ഇപ്പോൾ റൈറ്റിങ്ങിൻ്റെ ആണെങ്കിലും സ്പീക്കിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരുപാട് ലൈവ് സെഷൻസ് നമ്മൾ പോകുന്നുണ്ട്. അവിടെ നമുക്ക് അങ്ങനെയുള്ള ഡൗട്ട്സുകളും ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എല്ലാ ഡേയും, അതായത് സാറ്റർഡേ സൺഡേ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഡേയും നമ്മൾ ലൈവ് സെഷൻസ് പോകുന്നുണ്ട്, ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് IELTSൻ്റെ. സോ IELTS ഇതിൻ്റെ UKVI രണ്ടും സെയിം സിലബസ് ആയതുകൊണ്ട് എടുത്തു പറയാത്തതാണ്. രണ്ടിനും നമുക്ക്
നമുക്ക് ഈ ഒരു ലൈവ് പ്രയോജനപ്രദമാണ്. സോ നിങ്ങൾ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് ലൈവ് വാച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്നാൽ സെഷനിലേക്ക് കടക്കാം. അതെ, ഓക്കെ. So once again, welcome you all for today's live session, UKVI Word Order and Sentence Structure Part 2. പാർട്ട് 1 കാണാത്തവർ ദയവ് ചെയ്ത് പാർട്ട് 1 കാണുക. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും പാർട്ട് 2 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ് അല്ലേ? ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ലൈവ് സെഷനിൽ അഥവാ ഫസ്റ്റ് ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് വെച്ചിട്ടായിരുന്നു. ഓക്കെ, സോ നമുക്കൊന്ന് ഓവറോൾ ജസ്റ്റ് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ഒരു ലാസ്റ്റ് ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഒരു ടേബിൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സ്ലൈഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഒബ്ജക്റ്റീവ് ഓഫ് സെൻറ്റൻസ്, പങ്ക്ച്വേഷൻ മാർക്ക്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ് ഗായത്രി? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ ഹോൾ ഡിസ്കഷൻ എന്തായിരുന്നു അതിനെ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ടേബിളിൽ. അപ്പം അത് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഒരു ടേബിൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം വളരെ ഷോർട്ടായിട്ട് നമ്മൾ നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നുള്ള ഒരു ഐഡിയ ഇപ്പോൾ ഒരു ഷോർട്ട് ടേബിളിൻ്റെ ഫോർമാറ്റിൽ നമ്മളിവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇതെല്ലാവർക്കും നല്ലൊരു ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെ ഒരു ടേബിൾ ആകുമ്പോൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ഐഡിയാസ് ക്യാപ്ചർ ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ നമുക്ക് ആ ഒരു ടേബിൾ നോക്കാം. ഫസ്റ്റ് ടേബിൾ, ടൈപ്സ് ഓഫ് സെൻറ്റൻസ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ ആണ്. അത് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഫംഗ്ഷൻ്റെ ബേസിസിലാണ് സെൻറ്റൻസിനെ എത്ര ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 types. ഡിക്ലറേറ്റീവ്, ഇൻറ്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആൻഡ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. ഓക്കെ, സോ ഈ 4 ഓരോ ഒബ്ജക്റ്റീവ് ആണുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഡിക്ലറേറ്റീവ്. സോ ഫസ്റ്റ് വി ലുക്ക് ഓൺ ടു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ടു കൺവേ മെസ്സേജ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുക, ഇതായിരിക്കും ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ത്രൂ പങ്ക്ച്വേഷൻ മാർക്സ്. പങ്ക്ച്വേഷൻ മാർക്ക് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന പങ്ക്ച്വേഷൻ മാർക്കാണ് ഫുൾ സ്റ്റോപ്പ്. അതായത് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. അത് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ പക്ഷേ അത് എങ്ങനെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിനെ എന്ത് പറയുന്നു? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. ദ സെക്കൻഡ് വൺ ഇസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്കായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സെൻറ്റൻസ് ടൈപ്പ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുക എന്നാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ആൻഡ് ദ പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ഹിയർ ഈസ് എക്സ്ക്ലമേഷൻ മാർക്ക്. ആസ് ദ നെയിം ഇറ്റ് സെൽഫ് മെൻഷൻ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടെ യൂസ് ചെയ്യുന്ന പങ്ക്ച്വേഷൻ മാർക്ക് എന്തായിരിക്കും? എക്സ്ക്ലമേഷൻ മാർക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇമോഷൻസ് നമ്മൾ ആ സെൻറ്റൻസിലൂടെ കാണിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സർപ്രൈസ്ഡ് ആയി, അപ്പം വാവ്, അപ്പോൾ അതൊരു എന്താ പറയുക, എക്സ്ക്ലമേഷൻ മാർക്ക് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഇറ്റ് സെൽഫ് കാണിക്കുന്നത് നമ്മുടെ ഇമോഷനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ടു ഗീവ് കമാൻഡ്, ഓർഡർ ആൻഡ് ടു റിക്വസ്റ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു കമാൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആകാം. ആ സമയത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പാണ് യൂസ് ചെയ്യുന്നത്, പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ആ സെൻറ്റൻസുകളെ നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാറുണ്ട്. അപ്പം സാധാരണഗതിയിൽ സാധാരണ ആൾക്കാർക്ക് ഡിക്ലറേറ്റീവും ഇംപറേറ്റീവും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് രണ്ടിൻ്റെയും പങ്ക്ച്വേഷൻ മാർക്ക് ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പം പക്ഷേ നമ്മളത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ദേവിക? ഓക്കെ, അതിനൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിക്ലറേറ്റീവ് നമ്മൾ മെയിനായിട്ട് ആ ഒരു ഡിഫറൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുകയാണ്, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കും അത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്യുകയാണ്, ഒരു കംപ്ലീറ്റ് മെസ്സേജ്, ഒരു കംപ്ലീറ്റ് മീനിങ് ആ ഒരു സെൻറ്റൻസ് ഇറ്റ് സെൽഫിൽ തന്നെ എന്ത് ചെയ്യും? കൺവേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. കമ്മിങ് ടു ഇംപറേറ്റീവ് സെൻറ്റൻസ്, ടു ഗീവ് കമാൻഡ്, ഓർഡർ ആൻഡ് ടു റിക്വസ്റ്റ്. ഗോ അഹെഡ്,
സിറ്റ് ഡൗൺ ഇങ്ങനെയുള്ള കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗീവ് ചെയ്യുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇംപറേറ്റീവ് സെൻറ്റൻസ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മെയിനായിട്ട് അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ വിവരിച്ചിരിക്കുകയാണ്. അപ്പം ആർക്കും ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. അപ്പം കുറച്ച് കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് സെഷൻസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ലൈജി ഷിനു ഗുഡ് മോർണിംഗ് ലൈജി. ഓക്കെ, കൊച്ചുമോൾ സർജൻ ഗുഡ് മോർണിംഗ് കൊച്ചുമോൾ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസിനെ പറ്റി പഠിച്ചു. ഇനി കുറച്ച് എക്സസൈസാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഹൗ വെൽ ഷീ സിങ്സ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക. കമൻറ്റ് ഇടുമ്പോൾ നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സോ വി ആർ ലുക്കിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. നമുക്കൊരു നല്ല ഇൻട്രാക്ഷനിലൂടെ തന്നെ ഇൻട്രാക്റ്റീവായിട്ട് തന്നെ നമുക്ക് പോവാം. ലൈജി നയൻ സിംഗ് രാജ്പുത്. The first one, how well she sings. ഏതൊരു സെൻറ്റൻസ് ടൈപ്പ് ആണ് ആ ഒരു ഫസ്റ്റ് വൺ? ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. എങ്ങനെയാണ് സെൻറ്റൻസുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന്, ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന്. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതെ, ഓക്കെ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണിത്. നമുക്ക് ആ ഒരു പങ്ക്ച്വേഷൻ മാർക്കിൽ നിന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നു അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്ന്. ഓക്കെ, അപ്പം ഹൗ വെൽ ഷീ സിങ്സ്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അതൊരു എന്താ പറയുക, മീൻസ് അവിടെ എത്ര നന്നായിട്ടാണ് ആ വ്യക്തി പാട്ട് പാടുന്നത് എന്നാണ് പറയുന്നത്. സോ ആ ആളുടെ ഒരു ഇമോഷനാണ് എക്സ്പ്രസ് ആവുന്നത് അല്ലേ ഇവിടെ. മാത്രമല്ല നമ്മളവിടെ പങ്ക്ച്വേഷൻ മാർക്കായിട്ട് എക്സ്ക്ലമേറ്ററി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജൂലിയും കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അത് വളരെ ഈസിയാണ്, കാരണം നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് കൊണ്ടിട്ട് തന്നെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സോ സെക്കൻഡ് വൺ ഏത് സെന്റൻസ് ടൈപ്പ് ആണ്? സെക്കൻഡ് വൺ നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലേ. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? സോ please answer in the comment section. We are waiting for your comments. നിങ്ങളുടെ റെസ്പോൺസ് ആണ് നമ്മുടെ ലൈവിനെ കുറച്ചും കൂടെ ലൈവ്ലി ആക്കുന്നത്. സോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസ് ആണിത്. അപ്പം നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഓൾറെഡി നമ്മൾ ഒരു ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പറയാനാണ് പറയുന്നത്. ഓക്കെ, എത്രത്തോളം നമ്മളുടെ ഈ ഒരു ക്ലാസ് ഇഫക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് സെഷനിലെ റെസ്പോൺസ് വെച്ചിട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ മാക്സിമം എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക. ദ സെക്കൻഡ് വൺ, വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളിവിടെ പറയുന്നത്. ജൂലി, കൊച്ചുമോൾ, മായാമോൾ, ഹായ്, ഗുഡ് മോർണിംഗ്. നയൻ സിംഗ് രാജ്പുത്, ലൈജി, please give your answers. Okay, the second one is interrogative sentence. Yes. The second one is interrogative sentence. Okay, what is your name? So avada thane namukku manasilakan sadhikkum adu interrogative sentence aanennu. So the third one, did I say anything to make you angry? Did I say anything to make you angry? Ivideyum ee second one um third one um similarities undu. So നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ. പങ്ക്ച്വേഷൻ മാർക്ക് നോക്കുക, ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുക. യെസ്, ഗുഡ് മോർണിംഗ് സിബി. ഓക്കെ, പ്ലീസ് ആൻസർ. യെസ്, ദ തേർഡ് വൺ ഈസ് ഓൾസോ ഇൻറ്ററോഗേറ്റീവ്. ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദ ഫോർത്ത് വൺ, ഹൂ ടോൾഡ് യു ദിസ്? സെക്കൻഡും തേർഡും കറക്റ്റായിട്ട് കിട്ടിയവർക്ക് ഒബീവിയസ്ലി ആയിട്ട് നമ്മുടെ ഫോർത്ത് വണ്ണും കിട്ടും അല്ലേ ദേവിക? യെസ്. സോ കമന്റ് വന്നിട്ടുണ്ട്, ഫോർത്ത് വൺ, ഹൂ ടോൾഡ് യു ദിസ്? യെസ്, ദ കമന്റ് ഈസ് ഇന്ററോഗേറ്റീവ്. യെസ്, കറക്റ്റ് ആണ്. കറക്റ്റ് ജൂലി. വെരി ഹാപ്പി ടു സീ യുവർ റെസ്പോൺസ്. സോ ഫോർത്ത് വണ്ണും
Interrogative തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ ഇന്ററോഗേറ്റീവ് ആണ്. യെസ്, നമ്മൾ ആ പങ്ക്ച്വേഷൻ മാർക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് നമ്മൾ ദേവിക. ഓക്കെ, ദ ഫിഫ്ത്ത് വൺ, ഷീ ഈസ് എ സക്സസ്ഫുൾ റൈറ്റർ. ഷീ ഈസ് എ സക്സസ്ഫുൾ റൈറ്റർ. ഇത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? പ്ലീസ് ഗിവ് ദി ആൻസേഴ്സ്. പങ്ക്ച്വേഷൻ മാർക്ക് ശ്രദ്ധിക്കുക. അതേപോലെ ഷീ ഈസ് എ സക്സസ്ഫുൾ റൈറ്റർ, അതൊരു കംപ്ലീറ്റ് മീനിങ് അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഒരു സെൻറ്റൻസ് ആണോ, ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ജൂലി, സിൽബി, ലൈജി, കൊച്ചുമോൾ, ലൈജി, please give answers. Fifth one. Yes, it is a declarative sentence. Yes. That is correct. ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഡിക്ലറേറ്റീവ് ആണെന്നല്ലേ ദേവിക? അതെങ്ങനെയാണ് ദേവിക മനസ്സിലാക്കിയത്? ഓക്കെ, നമുക്ക് മനസ്സിലാവും. കാരണം ആ ഒരു പങ്ക്ച്വേഷൻ മാർക്ക്, പങ്ക്ച്വേഷൻ ശ്രദ്ധിക്കുക. പങ്ക്ച്വേഷൻ മാർക്കായ ഫുൾ സ്റ്റോപ്പ് കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ അതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണെന്ന്? ഒരിക്കലും ഇല്ല. ഷീ ഈസ് എ സക്സസ്ഫുൾ റൈറ്റർ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു കംപ്ലീറ്റ് മീനിങ് പറയുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തെന്ന് പറയാം. അതേപോലെ പങ്ക്ച്വേഷൻ മാർക്കായ ഫുൾ സ്റ്റോപ്പും അവിടെ ഉണ്ട്. സോ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ലാതെ ഉറപ്പിക്കാൻ സാധിക്കും ഇതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. Okay. The sixth one, my mother makes delicious cookies. Okay, my mother makes delicious cookies. So, fifth one കിട്ടിയവർക്ക് sixth one വളരെ എളുപ്പമായിരിക്കും, ബിക്കോസ് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലായി. Okay, we are looking for your comments in the comment section. Please give the answers. ഇതൊരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. സിക്സ്ത് വൺ, പ്ലീസ് റെസ്പോണ്ട്. Julie. Yes, it is declarative. Yes. My mother makes delicious cookies. അതും ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ ഫുൾ അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് അല്ലേ? കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ദ സെവൻത്ത് വൺ, ഷീ റൈറ്റ്സ് വിത്ത് ഹർ ലെഫ്റ്റ് ഹാൻഡ്. ജൂലി കറക്റ്റാണ്, ഡിക്ലറേറ്റീവ് ആണ്. ഷീ റൈറ്റ്സ് വിത്ത് ഹർ ലെഫ്റ്റ് ഹാൻഡ്. ദ സെവൻത്ത് വൺ, ഷീ റൈറ്റ്സ് വിത്ത് ഹർ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, please add your comments on the comment section. We are looking for your comments. Okay, seventh she one writes with her left hand. Yes, again declarative. Yes, declarative sentence ana. Okay, the eighth one, how ridiculous is this is. How ridiculous this is. Yes, Julie, declarative ana. And the eighth one, how ridiculous this is. ഇത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. ഹൗ റിഡിക്കുലസ് ദിസ് ഈസ്. ഇതിൻ്റെ പങ്ക്ച്വേഷൻ മാർക്ക് ഒന്ന് നോക്കി എന്താണെന്നുള്ളത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്നുള്ളത്. ഹൗ റിഡിക്കുലസ് ദിസ് ഈസ്. ഓക്കെ, അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഓക്കെ, ദ നയൻത് വൺ, പ്ലീസ് ബി സീറ്റഡ്. What? Please be seated. Exclamatory sentence. Aaron, Anil. Aaron, Anil. Exclamatory ആണ്. eighth one exclamatory ആണ്. And the ninth one, please be seated. അത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? പ്ലീസ് ബി സീറ്റഡ്. ഓക്കെ, നമ്മൾ ആ പങ്ക്ച്വേഷൻ മാർക്ക് നോക്കുക. അത് ഫുൾ സ്റ്റോപ്പ് ആണോ, അതോ ക്വസ്റ്റ്യൻ മാർക്ക് ആണോ, അതോ എക്സ്ക്ലമേറ്ററി സിമ്പിൾ ആണോ എന്ന് നോക്കുക. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ, കമാൻഡ് ആണോ, ഓർഡർ ആണോ എന്ന് നോക്കുക. ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ തന്നെയും രണ്ട് ടൈപ്പ് വരാം. ഡിക്ലറേറ്റീവും വരാം, പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ഇമ്പറേറ്റീവ് ആണ്. സോ പക്ഷേ രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ദ നയൻത് വൺ, പ്ലീസ് ബി സീറ്റഡ്, അത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? യെസ്, ദാറ്റ് ഈസ് ഇമ്പറേറ്റീവ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ബിക്കോസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് അറിയാം അതൊരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ബി സീറ്റഡ്, ദയവായി ഇരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ ഒക്കെ വരുമ്പോൾ അത് ഈവൻ ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നതെങ്കിൽ പോലും നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആയിട്ടാണ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. യെസ്. ദ 10th വൺ, ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ലോസ്റ്റ് ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. പക്ഷേ അത് ഏത് ടൈപ്പ് ഓഫ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഗെറ്റ് ലോസ്റ്റ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത് ദേവിക? ഗെറ്റ് ലോസ്റ്റ് എന്ന് നമ്മൾ ഒരിക്കലും ഒരു റിക്വസ്റ്റ് രീതി പറയാറില്ല. ഗെറ്റ് ലോസ്റ്റ് എന്നൊരു ഓർഡറും അല്ല, ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസും അല്ല. ഗെറ്റ് ലോസ്റ്റ്
ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ്. Yes. സോ കമാൻഡ് ആവുമ്പോൾ ഏത് സെന്റൻസ്, ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് Yes, ആയിരിക്കും? Julie again said that imperative. Imperative sentence. That is correct answer, Julie. Yes. Okay. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, ആരോൺ ആൻഡ് ഇംപറേറ്റീവ്. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ് ആൻസർ, ആരോൺ. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ആൻസേഴ്സ് കാണുമ്പോൾ, നിങ്ങളുടെ ഈ ഒരു ഇൻട്രാക്ഷൻ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. യെസ്. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് ക്ലോസസ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ഡിപെൻഡൻറ്റ് ക്ലോസ് എന്നുള്ള കാര്യം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് ക്ലോസസ്. ഓക്കെ ദേവിക, അപ്പം എന്താണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ക്ലോസസ്. നമ്മൾ ക്ലോസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? മെയിൻ ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്. സോ 2 മെയിൻ ടൈപ്സ് ഓഫ് ക്ലോസസ് ആണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആസ് വെൽ ആസ് ഡിപെൻഡൻറ്റ് ക്ലോസസ്. A sentence contains at least one independent clause and may contain one or more dependent clauses. ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മേ കണ്ടെയ്ൻ 1 or more dependent clauses. ഒന്ന് അല്ലെങ്കിൽ ഒന്നിലധികം ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് നമുക്കൊരു സെൻറ്റൻസിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വി ലുക്ക് ഓൺ ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് നമ്മൾ പറയും. അതൊരു കംപ്ലീറ്റ് തോട്ടായിരിക്കും. ഓക്കെ, ക്യാൻ സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സെൻറ്റൻസിൽ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻറ്റിന് നിലനിൽക്കണമെങ്കിൽ, ആ സെൻറ്റൻസിൽ ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് നിലനിൽക്കണമെങ്കിൽ അതിന് വേറെ ഒന്നിൻ്റെയും ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് നമുക്ക് ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ബിക്കോസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിക്കുന്നില്ല, സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കും. സോ അതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കംപ്ലീറ്റ് ആണ്, ആ തോട്ട് കംപ്ലീറ്റ് ആണ്. സോ അതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പം നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ. ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഇല്ലാതെ ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് നിലനിൽപ്പില്ല. ഓക്കെ, അപ്പം ഡിപ്പെൻഡൻറ്റ് ക്ലോസ് മാത്രമായിട്ട് നമ്മളൊരു സെൻറ്റൻസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്റൻസ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈസ് ആൻ ഇൻകംപ്ലീറ്റ് തോട്ട്. അതൊരു ഇൻകംപ്ലീറ്റ് തോട്ടാണ്. കനോട്ട് സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. അതിന് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ യു ക്യാൻ സ്പോട്ട് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ബൈ ഐഡൻറ്റിഫൈങ് ദ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ. ഓക്കെ, വാട്ട് ഈസ് മൈ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയും. A subordinating conjunction creates a dependent clause that relies on the rest of the sentence for meaning. അപ്പോൾ എന്താണ് ദേവിക സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ? ഓക്കെ, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ദാറ്റ് റിലൈസ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഫോർ മീനിങ്. ഓക്കെ, ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് തോട്ടാണ് അല്ലേ? അതിന് മറ്റൊരു ക്ലോസിൻ്റെ ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റാത്തതിനെയാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. സോ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഓൾവേസ് ക്രിയേറ്റ്സ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ദാറ്റ് റിലൈസ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ഫോർ മീനിങ്. ഓക്കെ, അത് റിലൈ ചെയ്യുന്നത് എന്തിലായിരിക്കും? ബാക്കി ആ ഒരു സെൻറ്റൻസിൻ്റെ ഓൺ ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഫോർ മീനിങ്, ആ ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് മീനിങ് മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് റിലീസ് ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. നിങ്ങൾക്ക് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കൺഫ്യൂസ്ഡ് ആക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് വെച്ചിട്ട് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആൻഡ് വാട്ട് യു മീൻ ബൈ ദി സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്നുള്ള കാര്യം. ഓക്കെ, അവിടെ കമൻറ്റ് സെഷനിൽ ജൂലി ചോദിച്ചിട്ടുണ്ട് ക്യാൻ യു ടെൽ അബൌട്ട് ദ 9th one. ഓക്കെ, നേരത്തെ തന്ന എക്സസൈസിലെ 9th one ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് ജൂലി. സോ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്. അപ്പം ആഫ്റ്റർ, ആസ്, ബിഫോർ, ഇഫ്, ത്രൂ, വൈൽ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഉണ്ട്. അതായത് ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനോട് ചേർക്കുന്ന തരത്തിലുള്ള വേർഡ്സ് ആണ് ഈ പറയുന്ന സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആഫ്റ്റർ, ആസ്, ബിഫോർ, ഇഫ്, ത്രൂ, വൈൽ, ഇതൊക്കെ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായെന്ന് വിചാരിക്കുന്നു എന്താണ് ഈ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് unless, although, because, even though, since, when, until, whereas.
ഇത്രയും എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി അല്ലെങ്കിൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് ക്ലോസിനെയും ഡിപെൻഡന്റ് ക്ലോസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് ക്ലോസസ് നമ്മൾ ഓൾറെഡി എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് എന്താണ് ഡിപെൻഡന്റ് ക്ലോസ് എന്നുള്ളത് നമ്മൾ വിവരിക്കാൻ പോവുകയാണ്. സോ ഇൻഡിപെൻഡന്റ് ക്ലോസ് അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ഐ ഗോ ടു ദ മൂവീസ്, ഐ യൂഷ്വലി ബൈ പോപ്കോൺ. ഇവിടെ ഐ യൂഷ്വലി ബൈ പോപ്കോൺ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ബിക്കോസ് ഞാൻ പതിവായി അല്ലെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും പോപ്കോൺ മേടിക്കാറുണ്ട്. അത് കംപ്ലീറ്റ് ആണ് ആ സെൻറ്റൻസ് അല്ലേ. പക്ഷേ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റൊരു സെൻറ്റൻസ് ഉണ്ട് ഇവിടെ. ദാറ്റ് ഈസ് വെൻ ഐ ഗോ ടു ദ മൂവീസ്. അതായത് വെൻ ഐ ഗോ ടു ദ മൂവീസ് എന്ന് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് മാറും അല്ലേ. അപ്പം അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, അപ്പോൾ വെൻ ഐ ഗോ ടു ദ മൂവീസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഐ യൂഷ്വലി ബൈ പോപ്കോൺ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമാണ്. സോ ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ ആശ്രയിച്ചല്ല, പക്ഷേ നേരെ മറിച്ച് ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ആശ്രയിച്ചാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ അവിടെ കൂടി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് മാറും. ഇൻകംപ്ലീറ്റ് തോട്ട് ആയിരിക്കും അവിടെ മെൻഷൻ ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ അടുത്ത താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻഡിപെൻഡന്റ് ക്ലോസിന് ഐ ഡോണ്ട് ലൈക്ക് ദി ഓഷ്യൻ ബിക്കോസ് ഷാർക്സ് സ്കെയർ മീ. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഓഷ്യൻ ഇഷ്ടമല്ല ബിക്കോസ് ഷാർക്സ് സ്കെയർ മീ. ഷാർക്സ് എപ്പോഴും എന്നെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇതിലെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഏതാണ്? ഐ ഡോണ്ട് ലൈക്ക് ദി ഓഷ്യൻ. ഐ ഡോണ്ട് ലൈക്ക് ദി ഓഷ്യൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് തോട്ട് തന്നെ അല്ലേ കൺവേ ചെയ്യുന്നത്? യെസ്. സോ അത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അതിന് ബിക്കോസ് ഷാർക്സ് സ്കെയർ മീ എന്ന ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ ആശ്രയം ഇല്ലാതെ തന്നെ മീനിങ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റും. സോ ഐ ഡോണ്ട് ലൈക്ക് ദി ഓഷ്യൻ ആണ് ഈ ഒരു സെൻറ്റൻസിലെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതേപോലെ ബിക്കോസ് ഷാർക്സ് സ്കെയർ മീ, ബിക്കോസ് ഷാർക്സ് സ്കെയർ മീ എന്നതാണ് ഇതിലെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അതിൽ ഒരു ഇൻകംപ്ലീറ്റ് തോട്ടാണ് കൺവേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ബിക്കോസ് ഷാർക്സ് സ്കെയർ മീ എന്നും ഉള്ള വേർഡ് ഒരു സെൻറ്റൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുമോ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ എന്താണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നുള്ളത്. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ ഓഷ്യൻ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഈ ബിക്കോസ് ഷാർക്സ് സ്കെയർ മീ എന്നുള്ള ഒരു സെൻറ്റൻസ് അവിടെ ഇല്ലെങ്കിൽ പോലും ഈ ഐ ഡോണ്ട് ലൈക്ക് ദ ഓഷ്യൻ എന്നുള്ളത് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് വ്യക്തമാണ്. സോ അങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യെസ്, അപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലായി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കുറച്ചുകൂടി വ്യക്തമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് തോട്ട് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും, ഒരു കംപ്ലീറ്റ് തോട്ട് കൺവേ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു ക്ലോസിൻ്റെ ആശ്രയിക്കണം ഡിപ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നും ആയിരിക്കും പറയുന്നത്. യെസ്, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഐഡൻറ്റിഫൈയിങ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി കാണും, എങ്കിലും കുറച്ചും കൂടെ വ്യക്തത കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അനദർ ക്ലോസ്. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, അതായത് ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഒരിക്കലും മറ്റൊരു ക്ലോസിൻ്റെ ഇതില്ലാതെ, അതായത് അതിൻ്റെ ഇതില്ലാതെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഒരിക്കലും നിലനിൽക്കാൻ ഒക്കൂല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇഫ് വി ലീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ഹാങ്ങിങ് ഇൻ അവർ റൈറ്റിംഗ്, not only is our reader confused, but we are writing sentence fragments or pieces of sentences that are incomplete. അതായത് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് മാത്രമായിട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് ഷാ സ്കെയർസ് മീ എന്നുള്ള ഒരു ആ സെൻറ്റൻസ് മാത്രം, അതായത് ബിക്കോസ് ഷാ സ്കെയർസ് മീ ആ ഒരു സെൻറ്റൻസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് റീഡറിനെ മാത്രമല്ല കൺഫ്യൂസ്ഡ് ആക്കുന്നത്, മറിച്ച് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് പ്രൊവൈഡ് ചെയ്യാതെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ് ഓഫ് സെൻറ്റൻസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആർ ലൈക്ക് വയർലെസ് ഹെഡ്ഫോൺസ്. അതായത് ഒരു വയർലെസ് ഹെഡ്ഫോൺസ് പോലെയാണ്. ദേ ആർ കംപ്ലീറ്റ്ലി പോയിന്റ്ലെസ് അൺലെസ് യു കണക്ട് ദം ടു എ സോഴ്സ് ഓഫ് പവർ ദറ്റ് ക്യാൻ സ്ട്രീം ദ മ്യൂസിക് ഇൻ ടു യുവർ ഹെഡ്ഫോൺസ്. അതായത് ഹെഡ്ഫോൺസ് നമ്മൾ നമ്മുടെ പവർ പോയിന്റിലേക്ക് കുത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് നമ്മൾ വേണ്ട തരത്തിൽ യൂസ് ചെയ്തില്ലെങ്കിൽ, അതായത് ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ കൂടെ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിൻ്റെ കൂടെ അത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണെന്നാണ് പറയുന്നത്. സോ അത് ഇൻകംപ്ലീറ്റ് തോട്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹെഡ്ഫോൺസ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഒരു എക്സാമ്പിൾ പോലെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
So dependent clauses are pretty useless without independent clauses. As we have already mentioned, dependent clauses are pretty useless ആണ് without independent clauses. Independent clauses ഇല്ല എങ്കിൽ dependent clauseന് ആ ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇല്ല, യൂസ്ലെസ് ആണ്. However, once a connection is made between the two, the dependent clause makes sense and extra meaning is added to the independent clause. എന്താണ് മെൻഷൻ ചെയ്യുന്നത്? Once a connection is made between the two, അതായത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആസ് വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് തമ്മിൽ ഒരു കണക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദി ഡിപ്പെൻഡൻറ്റ് ക്ലോസ് മേക്ക് സെൻസ് ആൻഡ് എക്സ്ട്രാ മീനിങ് ഈസ് ആഡഡ് ടു ദി ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. എന്താണ്? ഒരു എക്സ്ട്രാ മീനിങ് കൂടിയായിരിക്കും ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ കൺവേ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മീനിങ് ആയിരിക്കും കൺവേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കൂടി ഇതിലോട് കണക്റ്റഡ് ആകുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ മീനിങ് കൂടി കൺവേ ചെയ്യുകയാണ്. ഓക്കെ, അതായത് ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഓഷ്യൻ ബിക്കോസ് സ്കെയേഴ്സ് മീ എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഓഷ്യൻ, അതിൻ്റെ കാരണം നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വഴിയിട്ട് നമ്മളവിടെ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ അപ്പോൾ ആ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അവിടെ ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഓഷ്യൻ എന്നുള്ളത് ഒരു കാര്യം മാത്രമായിട്ട് പോകും. അപ്പം ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അവിടെ ചേർത്തത് കൊണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ക്ലാരിറ്റിയും കൂടെ നമുക്ക് അവിടെ കിട്ടുകയുണ്ടായി. സോ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഒരു സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ 3 types ഓഫ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്? സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3 different types ഓഫ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആണ്. സോ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സോ ഇനി ഡിപ്പെൻഡൻറ്റ് ക്ലോസ് തന്നെ 3 different types ഉണ്ട്. സോ ഫസ്റ്റ് adverbial dependent clauses. So first main type of dependent clause ആണ് adverbial dependent clauses. എന്താണ് adverbial dependent clauses? Adverbial dependent clauses act like adverbs, which means that is a clause they give more information about the main verb that is found in the independent clause. അതായത് adverbs പോലെ മീൻസ് ആക്ട് ചെയ്യുന്ന ഒരു ക്ലോസിനെയാണ് ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആസ് എ നെയിം ഇറ്റ് സെൽഫ് മെൻഷൻ. ഒരു ആഡ്വേർബിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കും ആ ഒരു ഫംഗ്ഷൻ അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്? വിച്ച് മീൻസ് ദറ്റ് ഈസ് എ ക്ലോസ് ദേ ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി മെയിൻ വെർബ് ദറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഒരു സെൻറ്റൻസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ വന്നിട്ടുള്ള ആ ഒരു മെയിൻ വെർബിനെ പറ്റി ഒരു ഇൻഫർമേഷൻ തരികയാണ്. ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മെയിൻ വെർബിനെ സ്ട്രെസ് ഔട്ട് ചെയ്ത് ആ ഒരു സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺവേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറയുന്നത്. ഇവിടെ അഡീഷണൽ ഇൻഫർമേഷനാണ് ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിലുള്ള ആ ഒരു മെയിൻ വെർബിനെ പറ്റിയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഇസ് ആഡ്വേർബിയൽ dependent clauses start with subordinating conjunctions such as after, even though, because, if, as soon as, etc. അതായത് adverbial dependent clause സ്റ്റാർട്ട് ചെയ്യുന്നത് subordinating conjunctions വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അത് ഏതൊക്കെയാണെന്നുള്ളത്. സോ ഒന്നും കൂടെ പറയുകയാണ്. such as after, even though, because, if, as soon as, etc. അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അതിൽ കുറച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. If you are unsure whether the dependent clause is acting like an adverb, see if it answers one of these questions: where, why, how, when, or to what degree was the action performed. അതായത് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ആ സബോർഡിനേറ്റിംഗ് കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നമ്മൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ നോക്കുന്നു. അപ്പം ആൻസർ എന്ന് പറയുന്നത് വെയർ, വൈ, ഹൗ, വെൻ ഓർ ടു വാട്ട് ഡിഗ്രി വാസ് ആക്ഷൻ പെർഫോംഡ് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരു ആൻസർ തരുന്നുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം എന്താ പറയുക ഡിപ്പെൻഡൻറ്റ് ക്ലോസസിന് നമ്മൾ ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ആഫ്റ്റർ അവർ ട്രിപ്പ് ടു ദ മൗണ്ടെയ്ൻസ് ഐ റിയലൈസ്ഡ് ജസ്റ്റ് ഹൗ ബ്രേവ് ബ്ലാക്ക് ബേർഡ്സ് ക്യാൻ ബി. അതായത് നമ്മുടെ ആ ഒരു ട്രിപ്പ്, മൗണ്ടെയ്ൻസിലുള്ള ആ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ എത്ര ബ്രേവാണ് നമ്മുടെ ബ്ലാക്ക് ബേർഡ്സ്, അതായത് നമ്മുടെ കറുത്ത കരടികൾ എത്രമാത്രം ബ്രേവ് ആണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആഫ്റ്റർ അവർ ട്രിപ്പ് ടു ദ മൗണ്ടെയ്ൻസ് എന്നുള്ളൊരു ഭാഗമാണ് നമ്മുടെ ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഓക്കെ, ദിസ് ആഡ്വേർബിയൽ ക്ലോസസ് ആൻസർ ദ ക്വസ്റ്റ്യൻ വെൻ ഡിഡ് ദ സബ്ജക്ട് റിയലൈസ് ദ ബ്രേവറി ഓഫ് ബിയേഴ്സ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതായത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആഫ്റ്റർ എന്നുള്ളൊരു വേർഡ് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നില്ല. സോ ഈ ഒരു ആഡ്വേർബിയൽ ക്ലോസസ്
ആൻസർ ചെയ്യുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ. അതായത് എപ്പോഴാണ് സബ്ജക്റ്റ്, അതായത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് റിയലൈസ് ചെയ്തത്, ഈ ബേഴ്സിൻ്റെ ബ്രേവറി എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതായത് ആഫ്റ്റർ ദെയർ ട്രിപ്പ്, ആഫ്റ്റർ അവർ ട്രിപ്പ് ടു ദ മൗണ്ടൻസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ റീസൺ വേ ഇറ്റ് ഈസ് കോൾഡ് ആസ് adverbial dependent clauses. Okay. So next we move on to the second type of dependent clause, that is relative dependent clauses. എന്താണ് relative dependent clauses? Okay. Relative dependent clauses act like adjectives and give more detail about a noun that is included in the independent clause. This noun could be the subject or an object, but it has to be in the independent clause. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് റിലേറ്റീവ് ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ആഡ്വേർബ്സിനെയാണ്. ആക്ട് ലൈക്ക് ആഡ്വേർബ്സ് ആണെങ്കിൽ വെൻ കമ്മിങ് ടു റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്, റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആക്ട് ലൈക്ക് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് പോലെയാണ് ഈ ഒരു റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. എന്താണ് ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ? അഡ്ജക്റ്റീവ് മീൻസ് വാട്ട്? അഡ്ജക്റ്റീവ് മീൻസ് വിശേഷണം. അതെ അല്ലേ? ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഓഫ് സ്പീച്ച്, അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ചിനെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഗീവ്സ് മോർ ഡീറ്റെയിൽ അബൌട്ട് എ നൗൺ ദറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദി ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, ആഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ വേർബിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെൻ കമ്മിങ് ടു റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ഒരു നൗണിനെ ആയിരിക്കും ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നൗണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരുന്ന ആ ഒരു ക്ലോസിനെയാണ് എന്തെന്ന് പറയുന്നത്, റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. This noun could be the subject or an object, but it has to be in the independent clause. ഈ ഒരു noun എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? It can be a subject, it can be an object, but it has to be included in the independent clause. അതൊരു സബ്ജക്റ്റ് ആവാം, ഒബ്ജക്റ്റ് ആവാം, പക്ഷേ അത് ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു നൗൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നൗണിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് പോലെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയാണ് എന്തെന്ന് പറയുന്നത്, റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. അതായത് റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് സ്റ്റാർട്ട് വിത്ത് റിലേറ്റീവ് പ്രൊനൗൺസ് സച്ച് ആസ് ദാറ്റ്, വിഷ്, ഹൂ, ഹൂം ഓർ ഹൂസ്. ഇത്തരത്തിലുള്ള റിലേറ്റീവ് പ്രൊനൗൺസിനെ റിലേറ്റീവ് പ്രൊനൗൺസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. If you are not sure whether the dependent clause is acting as an adverb or as an adjective, ask if the clause answers one of these two questions: which one or what kind. ഓക്കെ, സോ ആഡ്വേർബ് ആണോ, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, ഇത് ആഡ്വേർബ് ആണോ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് പോലെ ആണോ? അത്തരത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ ക്ലിയർ ചെയ്യാം? ദി ക്ലോസ് ആൻസേഴ്സ്, ഇങ്ങനെയുള്ള ഈ ഒരു 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ ആൻസർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സച്ച് ആസ് വിച്ച് വൺ ഓർ വാട്ട് കൈൻഡ്, ഏത് തരത്തിലാണ്, ഏതാണ്, വിച്ച് വൺ ഏതാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണ്. ഈ ഒരു 2 ക്വസ്റ്റ്യൻ ടൈപ്പ് അവിടെ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഉറപ്പിക്കാൻ സാധിക്കും, അതൊരു റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് എന്ന്. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദി ക്വാൻ ബുക്ക് സ്റ്റോർ ദറ്റ് ഈസ് ലൊക്കേറ്റഡ് ഡൗൺ ടൗൺ ഹാസ് ദി ഫ്ലഫിയസ്റ്റ് ഷോപ്പ് ക്യാറ്റ് ഇൻ റെസിഡൻസ്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ ആ ഒരു റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഏതാണ്, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഡൗൺ ടൗൺ. വിഷ് വൺ, ഓക്കെ, ദ ക്വാൻ ബുക്ക് സ്റ്റോർ എന്ന് പറയുന്നത് ഏതൊരു തരത്തിലെയാണ്, വാട്ട് കൈൻഡ്, അല്ലെങ്കിൽ വിഷ് വൺ, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഡൗൺ ടൗൺ. ആ ഒരു ബുക്ക് സ്റ്റോർ എത്തരത്തിലുള്ളതാണ്, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഡൗൺ ടൗണിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ വിഷ് വൺ എന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് കൈൻഡ്, എങ്ങനെയുള്ള ബുക്ക് സ്റ്റോറാണ്, ഡൗൺ ടൗണിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ബുക്ക് സ്റ്റോർ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലേ? സോ ഇത്തരത്തിലുള്ള ആ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയാണ് റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, the third one is noun dependent clause. So noun dependent clauses are a little different than adverb or relative clauses. Noun clauses can take the role of literally any noun in this sentence, so we have to be careful when identifying these clauses. അതായത് noun clausesന് നമുക്ക് ലിറ്ററലി നമുക്ക് മറ്റേതുപോലെ തന്നെ, അതായത് നമ്മുടെ adverbial and relative dependent clausesൻ്റെ കേസ് പോലെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കില്ല. ബിക്കോസ് ഇത് നൗണിനെയാണ്, ആ ഒരു സെൻറ്റൻസിലെ നൗണിനെയാണ് ലിറ്ററലി അത് എന്താ പറയുക denote ചെയ്യുന്നതെന്നുള്ള നമുക്ക് വേണമെങ്കിൽ പറയാം. So we have to be careful when identifying these clauses. If the noun clause is acting as a subject of the sentence, it is not dependent. However, if the noun clause is taking the place of an object, it is a dependent clause. അതായത് ഈ noun clause എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടാണെങ്കിൽ അത് ഡിപ്പെൻഡൻ്റ് അല്ല. പക്ഷേ if the noun clause is taking the place of an object, it is ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ ആണത് എടുക്കുന്നതെങ്കിൽ
നമുക്കതിനെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയാൻ സാധിക്കും. നൗൺ ക്ലോസസ് ക്യാൻ ബിഗിൻ വിത്ത് എയ്തർ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്, അതായത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് വെച്ചിട്ട് നൗൺ ക്ലോസസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഹൂ, വാട്ട്, വെൻ, വെയർ, ഹൗ, വൈ ഓർ എക്സ്പ്ലിറ്റീവ്സ്, ദാറ്റ് ഈസ് ദാറ്റ്, വെദർ, ഇഫ്. അതായത് എക്സ്പ്ലിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെൻറ്റൻസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക, സിലബിൾസ് ആവാം, വേർഡ്സ് ആവാം. അതിനാണ് നമ്മൾ ദാറ്റ്, വെദർ, ഇഫ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ എന്താണ് നൗൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ദ റെഡ് ക്വീൻ ഡിമാൻഡഡ് ടു നോ ഹൂ പ്രിൻറ്റഡ് ദ റോസസ് റെഡ്. അതായത് റെഡ് ക്വീൻ ഡിമാൻഡ് ചെയ്തു, എന്തറിയാനാണ് ഡിമാൻഡ് ചെയ്തത്, ആരാണ് റോസസ് റെഡ് പ്രിന്റ് ചെയ്തത്. അപ്പം ഹൂ പ്രിന്റഡ് ദ റോസസ് റെഡ് എന്നുള്ളത് ഇവിടെ ആൻസർ ചെയ്യുന്നത് എന്തായിട്ടാണ്, നൗൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിട്ടാണ്. അതായത് ഹൂ പ്രിൻറ്റഡ് ദ റോസസ് റെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന നൗൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ആരാണ്, ഹൂ, വാട്ട്, വെൻ, വെയർ, ഹൗ, വൈ അല്ലെങ്കിൽ എക്സ്പ്ലിറ്റീവ്സ് ഏതെങ്കിലും ആകാം, ഏതെങ്കിലും ഒന്നിനെ ആൻസർ ചെയ്യുന്നതായിരിക്കാം ഈ നൗൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അപ്പം സോ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹൂ പ്രിൻറ്റഡ് ദ റോസസ് റെഡ് എന്നുള്ളത് നൗൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണെന്നുള്ളത്. സോ നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്ലോസസ് പഠിച്ചു. അത് ഏതൊക്കെയാണ് ദേവിക? നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആണ് ഇന്ന് നോക്കിയത്. അഡ്വേർബിയൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, റിലേറ്റീവ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ഫൈനലി നൗൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി, കുറേ എക്സസൈസുകൾ ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു സ്ലൈഡിൽ ഒരു ഷോർട്ട് ചാർട്ട് തന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ള നമ്മൾ പറഞ്ഞു. സോ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഫർദർ നിങ്ങൾക്ക് ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ ആ ഒരു ലൈവ് സെഷനും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ സോ ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചറിങ്ങിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കിയത്. അതിൽ തന്നെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. അപ്പം നിങ്ങൾ ചോദിക്കാം എന്താണ് ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസസിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെയും ആവശ്യകത. നമ്മുടെ സെൻറ്റൻസ് മേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലോസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ആൻഡ് എങ്ങനെയാണൊരു നമുക്ക് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് മേക്കിംഗ് കൊടുക്കാൻ സാധിക്കും, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് അതൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ക്ലോസസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ നമ്മൾ നോക്കി. സോ നമ്മൾ ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ലൈവ് സെഷനിൽ വരുന്നത്. സോ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പം എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് ലൈവ് വാച്ച് ചെയ്യുക. നമ്മൾ ഈ മൊഡ്യൂൾസ് മാത്രമല്ല വേറെ IELTS-ൻ്റെ മൊഡ്യൂൾസ് ആയിട്ടുള്ള റീഡിങ് ആൻഡ് എന്താ പറയുക റൈറ്റിംഗ്, ടാസ്ക് 1, ടാസ്ക് 2, സ്പീക്കിംഗ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. മാത്രമല്ല നമുക്ക് എന്താ പറയുക ഗ്രാമർ ചലഞ്ച് പോലുള്ള ക്ലാസ്സുകൾ ടിജു സാർ നേരിട്ട് തന്നെ എടുക്കുന്നുണ്ട്. സോ ഇവിടെയാണെങ്കിൽ നമുക്ക് ബേസിക് ഗ്രാമർ സെഷൻസ് അവൈലബിൾ ആണ് ടിജൂസ് അക്കാഡമിയിൽ. സോ വി ആർ ഫ്രം ദ തിരുവല്ല ബ്രാഞ്ച് ആൻഡ് ഇവിടെ നമുക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ലൈവ് സെഷൻസ് പോലെ തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ രണ്ടും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ എക്സ്പേർട്ടായിട്ടുള്ള ട്രെയിനേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ലൈവ് സെഷൻസും തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഒരു സക്സസ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ സക്സസ്, അതേപോലെ ടീച്ചേഴ്സ് അക്കാഡമിയുടെ സക്സസ് ആൻഡ് ഇൻഡിവിജ്വൽ കെയറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബെഞ്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ സ്റ്റുഡൻസും ഓരോ തരത്തിലായിരിക്കും. ചിലവർ ക്വിക്ക് ലേണേഴ്സ് ആയിരിക്കും, ചിലവർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. സോ നമ്മൾ ഓരോ കുട്ടികൾക്കും വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ നമ്മുടെ ലൈവ് സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ അക്കാഡമിയിൽ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സെഷൻസ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യുക. സോ ഇനി അടുത്തൊരു ലൈവ് സെഷൻ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് ലൈവുകൾ കാണുക. ഓക്കെ, സോ അതുവരേക്കും thank you. So stay tuned for next live sessions and thank you. Have a nice day for everyone. Thank you so much for your there are some comments in the comment section. Thank you and Julie. Have a nice day. Okay, Julie, have a nice day and nice class. Okay, okay, so that's it. Thank you.